ഡോക്ടറെ അടുത്ത് പോയിട്ട് വരണം കേട്ടോ കുഞ്ഞേ. ഇന്നലെ വീണ്ടും അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കേട്ടോ. അവന് എന്തൊരു സുഖം തോന്നിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടു ചെല്ലണമെന്ന്. അപ്പോൾ കൊണ്ടുപോയി. പ്രേംചേട്ടനാണ് അവനെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെയാട്ടോ ഡോക്ടർ. വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കാണിക്കുന്നത്, ഹോസ്പിറ്റലല്ല കേട്ടോ. ഈ മരുന്നുകളൊക്കെയാണ് ഡോക്ടർ തന്നത് കേട്ടോ. നിങ്ങൾ പേരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. വായിക്കാനൊന്നും എനിക്കിപ്പോൾ പറ്റണില്ല. ഞാനിവനെ കൊണ്ടുവന്നതിന് ശേഷം തന്നെ വേഗം എടുത്തതാണ്. എല്ലാവരും ചോദിച്ചിരുന്നു ആ മരുന്നുകളുടെ പേരൊക്കെ ഒന്ന് വേഗം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നോക്കായിരുന്നു എന്ന് പറഞ്ഞു. അതൊരു പൊടിയും ഒരു വെള്ളവും ലിക്വിഡും ആയിരുന്നു. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനത്തെ സിറപ്പാക്കിയത്. പിന്നെ ഇതാണിത്. ഓരോന്നും നമ്മൾ പൊട്ടിച്ചിട്ട് ഹാഫ് വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ പേരൊന്നും കാണിക്കും. ഇത് ഡൈജഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഹിമാലയയുടെയാണ്. ഞാൻ പേരൊന്നും പറയാത്ത എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും. പൂച്ചകൾക്ക് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും കൊടുക്കണത് കേട്ടോ. അല്ലാതെ ഓരോരുത്തരുടെ അസുഖം നോക്കിയിട്ടാണ് കൊടുക്കുക. അല്ലാണ്ട് ഓരോ പേരും അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞു അങ്ങനെ അതും ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്, അപ്പോൾ കുഴപ്പമാവുമെന്ന്. അങ്ങനെ മരുന്നെല്ലാം കഴിച്ച് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ അവൻ്റെ എല്ലാം മാറിയിട്ടുണ്ട്.